യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെയും സ്നേഹത്തെയും പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. സിറ മലബാർ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തിരഞ്ഞെടുപ്പിനെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ദൈവഹിതം നിറവേറുന്നതിന് വേണ്ടി കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ ദൈവഹിതം മാത്രം നിറവേറുന്നതിന് വേണ്ടി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും തിരുസഭയിലെ എല്ലാ വ്യക്തിഗത സഭകളെയും എല്ലാ മേലധികാരികളെയും എല്ലാ കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും ദൈവം രൂപപ്പെടുത്തിയ എല്ലാ സംവിധാനങ്ങളെയും സന്യാസ സഭകളെയൊക്കെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 1446 സന്ദേശം. മറ്റുള്ളവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നീ ശ്രദ്ധിക്കരുത്. സ്നേഹവും കരുണയും വഴി നീ എൻ്റെ ജീവനുള്ള പ്രതിച്ഛായയായി മാറണം. നീ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് പാപികളോട്, എപ്പോഴും കാരുണ്യത്തോടെ വർത്തിക്കുക. 1446 സന്ദേശം, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ്. മറ്റുള്ളവർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നോക്കിയായിരിക്കരുത് ഈശോ സ്വന്തമാക്കിയ വ്യക്തി ജീവിക്കേണ്ടത്. മറിച്ച് നമുക്ക് എങ്ങനെയാണ് ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുക, നമുക്ക് എങ്ങനെയാണ് ഈശോയുടെ കരുണ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുക. എല്ലാവരോടും, പ്രത്യേകിച്ച് ഏറ്റവും വലിയ പാപികളോടും എപ്പോഴും കാരുണ്യത്തോടെ വർത്തിക്കാനായിട്ട് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ ഫൗസ്റ്റീന തൻ്റെ ബോധ്യം വെളിപ്പെടുത്തുകയാണ്. ഫൗസ്റ്റീനയിലൂടെ ഈശോ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കുമെന്നാണ് ഈശോ പറയുക. അതുതന്നെയാണ് ഇവിടെയും നമ്മൾ കാണുക. കരുണയും സ്നേഹവും വഴി ജീവനുള്ള എൻ്റെ പ്രതിച്ഛായയായി നീ മാറണം. മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് പാപികളോട് ഏറ്റവും കാരുണ്യത്തോടെ വർത്തിക്കുക. നമ്മൾ കൊടുക്കുന്ന നന്മയായിരിക്കില്ല ഒരുപക്ഷെ തിരിച്ചു കിട്ടുക. പലപ്പോഴും പലരും പറയാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുക. നമ്മളോട് പലരും പറയാറില്ലേ, കാരണം കൊടുത്തതിനൊക്കെ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് അങ്ങോട്ട് എന്തുമാത്രം സ്നേഹവും കരുണയും കാണിച്ചാലും തിരിച്ചിങ്ങോട്ട് മുറിവ് മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പലരും നമ്മളോട് പറയാറില്ലേ. എങ്കിലും നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ഒരിക്കലും മാറേണ്ട. നമ്മുടെ സ്വഭാവം ഏതാണ്? തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ച നമ്മുടെ പിതാവിൻ്റെ സ്വഭാവം തന്നെ. അവൻ ദുഷ്ടനോടും അതുപോലെ നല്ലവരോടും ഒരുപോലെ കാരുണ്യം കാണിക്കുന്നു, ഒരുപോലെ സ്നേഹം കാണിക്കുന്നു, ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നു, ഒരുപോലെ മഞ്ഞ് പെയ്യിക്കുന്നു. അതുകൊണ്ട് നമുക്കും നമ്മുടെ പിതാവിൻ്റെ സ്വഭാവം സ്വീകരിക്കാം. കരുണ കാണിച്ച് കരുണ നേടാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടും അതിനുള്ള അഭിഷേകത്തിന് വേണ്ടിയിട്ടും നമുക്ക് ആഗ്രഹിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.